ഹലോ മക്കളെ, SLC ഗ്രാമറിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ക്വസ്റ്റ്യൻ ടാഗ് കംപ്ലീറ്റ് ദ കോൺവെർസേഷനും. അപ്പോൾ അതിലെ ഗ്രാമർ ഒന്ന് പെട്ടെന്ന് വെറും 10 മിനിറ്റ്സിൽ പഠിപ്പിച്ചു തരാം. ഈ വീഡിയോ ഒന്ന് കണ്ടാൽ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ടാഗ് കോൺവെർസേഷൻ ഈസി ആയിട്ട് ഫുൾ ആവും. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്വസ്റ്റ്യൻ, നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ക്വസ്റ്റ്യൻ ആക്ച്വലി ഫുൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ടാഗ് ആഡ് ചെയ്യുന്നത്. ആദ്യം നോക്കിയേ എന്താ ഉള്ളത്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഇവിടെ ടാഗ് ഉണ്ടാവും. അപ്പോൾ ഇത്രയുള്ള നോക്കാനുള്ളത്, യു ഡിൻ സ്റ്റഡി ഇംഗ്ലീഷ് ഗ്രാമർ. ഇവിടെ ഡിൻറ്റ് എന്ന് വരുന്നുണ്ട് നെഗറ്റീവ്. അവൻ നെഗറ്റീവാണ്, ഇവൻ നെഗറ്റീവാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പം നീ എക്സാമിന് പഠിച്ചിട്ടില്ല, ഇംഗ്ലീഷ് എക്സാമിന് പഠിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം നീ പഠിച്ചിട്ടില്ല, പഠിച്ചോ, അപ്പോൾ ഓപ്പോസിറ്റ് അല്ലേ. അപ്പം ഡിഡിൻറ്റ്, അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, ഡിഡ്. അതിൻ്റെ നെഗറ്റീവാണ് പോസിറ്റീവ് ആക്കുക. ആരെയെ പറ്റിയിട്ട് വയ്ക്കുന്നത്, ഡിഡ് യു. ഇത്രേ ഉള്ളൂ. പ്ലസ് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവാണ്, ഇവിടെ നെഗറ്റീവ് ആക്കുക. ഇവിടെ നെഗറ്റീവാണ് പോസിറ്റീവ്, അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കുക. ഓക്കെ, യു ആർ സ്ലീപ്പിംഗ്, നീ ഉറങ്ങുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ യു ആർ പോസിറ്റീവാണ്, അപ്പോൾ നെഗറ്റീവ് ആയിക്കേ ആറിൻറ്റ്. ഇവൻ പോസിറ്റീവ് ആണെങ്കിൽ ഇവൻ നെഗറ്റീവ്. ആറിൻറ്റ് ആര്, ആറിൻറ്റ് യു. കഴിഞ്ഞു, സിമ്പിൾ. ഇതാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഇസ് വെരി ഈസി. വി ഹാവ് ഫിനിഷ്, നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. ഹാവിന് നെഗറ്റീവ് എന്താണ്, ഹാവിൻറ്റ്. ഹാവിൻറ്റ് ആര്, ഹാവിൻറ്റ് വി. ഇവിടെ പോസിറ്റീവാണ്, ഇവിടെ നെഗറ്റീവാണ്. ഓക്കെ, നോക്കിയാൽ അടുത്ത് നോക്കിയാൽ യു ഡു ലൈക്ക് കോഫി. മക്കളിപ്പോൾ ഡു ഇല്ലാന്ന് വിചാരിക്കും. അപ്പോൾ എന്താ ചെയ്യാം, യു ലൈക്ക്, ആ മോഡൽ വേർബല്ലേ, ഇതില്ല, വേർബില്ല. ഓക്കെ, യു ലൈക്ക് കോഫി, യു ലൈക്ക് കോഫി. അപ്പോൾ ഇത് യു ലൈക്ക് കോഫി എന്ന് പറയുമ്പോൾ പോസിറ്റീവാണ്. അപ്പോൾ നോട്ട് യു എന്നാണ് എഴുതുക. യു ലൈക്ക് കോഫി നോട്ട് യു എന്നാണ്, അല്ല. ഇവിടെ യു അവർ അവസാനം. അപ്പോൾ ഡു ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സെയിം പോലെയാണ് കേട്ടോ. യു ഡു ലൈക്ക് കോഫി ആണെങ്കിൽ ഡൂവിൻ്റെ നെഗറ്റീവ് എന്താണ്, ഡോണ്ട്. അപ്പം ഇപ്പോൾ യു ഡു ഇല്ലെങ്കിൽ യു ലൈക്ക് കോഫി ഡോണ്ട് യു. ഇവിടെ ഡു ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ സെൻറ്റൻസിന് വ്യത്യാസം വരുന്നില്ല. അപ്പോൾ യു ഡു ലൈക്ക് കോഫി, ഇപ്പോൾ ഡോണ്ട് യു. അപ്പോൾ ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. ഓക്കെ, അടുത്തത് ദേ വിൽ ഹെൽപ്പ്, അവർ സഹായിക്കും. വില്ലിൻ്റെ നെഗറ്റീവ് എന്താ മക്കളെ, വില്ല് പോസിറ്റീവ് ആണ്. വിൽ നോട്ട് അല്ല, വോണ്ട്. വോണ്ട് ദേ, വോണ്ട് യു അല്ല, വോണ്ട് ദേ. ഓക്കെ, ബേസിക് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതാ നോക്കിയേ, യു വിൽ വാച്ച് എക്സാം ഇൻ യുവർ ലൈഫ്. അപ്പം വില്ലിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, വോണ്ട് കേട്ടോ. വോണ്ട് യു എന്ന് നോക്കിയോ, വോണ്ട് യു. ഓക്കെ, വില്ല് വിൽ നോട്ട് അല്ല ആവുക, വില്ല് വോണ്ട് ആണ് ആവുക. ഓക്കെ, റെഡി. അലക്സ് ഇസ് ദെയർ, അലക്സ് അവിടെ ഉണ്ട്. ഇസിൻ്റെ നെഗറ്റീവ് എന്താണ്, ഇസ് പോസിറ്റീവ് ആണ്, അപ്പോൾ ഇസിൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചാക്കാം. അലക്സ് ഇസിൻ ദെയർ ആണെങ്കിൽ എന്താണ്, അലക്സ് ഇസിൻ ദെയർ, ഇത് നെഗറ്റീവ് ആണ്. ഇവിടെ എന്താ വരിക, ഇസ് ഹീ. ഇസ് അലക്സ് എന്നല്ല, ഇസ് ഹീ മതി. ഇസ് അലക്സ് എന്ന് വയ്ക്കുന്ന പോലെ ഇസ് ഹീ മതി. ഇവിടെ നെഗറ്റീവ്, അപ്പോൾ ഇവിടെ പോസിറ്റീവ്. ഓക്കെ, തിരിച്ചും മറിച്ചും വരാം. ഇറ്റ് ഇസിൻറ്റ് റെയിനിങ്, ഇപ്പം മഴ പെയ്യുന്നില്ല, പെയ്യുന്നുണ്ടോ. അപ്പോൾ ഇസിൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഇസ്, ഇറ്റ് അങ്ങനെ തന്നെ ഇടുക. ഇസിൻറ്റ് ഇറ്റ് അല്ല, ഇസ് ഇറ്റ്. ഇറ്റ് ഇസിൻ റെയിനിങ്, ഇസ് ഇറ്റ്. ഓക്കെ, എപ്പോഴും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ്. പിന്നെ ആകെ ഓർക്കണം ഈ സംഭവം, യു ഹാഡ് ബെറ്റർ. ഹാഡ് ബെറ്റർ വന്നാൽ V1 ഫോം, അത്രേ ഉള്ളൂ. ഹാഡ് ബെറ്റർ വന്നാൽ V1 ഫോമാണ്. ഇനി ക്വസ്റ്റ്യനിൽ കണ്ടീഷനിൽ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടീഷൻസും കൂടി നോക്കും. അപ്പോൾ നമ്മൾ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ നോക്കാം. മക്കളെ, ചാപ്റ്റർ കോണ്ടെക്സ്റ്റ് അറിഞ്ഞാലേ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടാവുമല്ലോ. ഇനി ഒട്ടും അറിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഗസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന സാധനമുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കിയേ, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ പെലായോ ആൻഡ് ഹിസ് വൈഫ് എലിസാൻഡർ. ഓക്കെ, എലിസാൻഡർ. ഓക്കെ, നോക്കിയേ, ദ സ്പൈഡർ വുമൻസ് ഷോ ഈസ് അട്രാക്ടിങ് ഹ്യൂജ് ക്രൗഡ്സ്. അപ്പോൾ ഇവിടെ എന്താ, കോമ ഇട്ടിട്ട് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ടാഗാണ്. ദ സ്പൈഡർ വുമൻസ് ഷോ ഈസ് അട്രാക്ടിങ് ഹ്യൂജ് ഓഡിയൻസ്. ഓക്കെ, ഹ്യൂജ് ക്രൗഡ്സ്. അപ്പം ഇസ് ആണ്. ഓക്കെ, ഇസ് മാറിയിട്ട് ഇസിൻറ്റ് നെഗറ്റീവ് ആക്കുക. ദ സ്പൈഡർ വുമൻസ് ഷോ ആണ് സബ്ജക്റ്റ്. അപ്പം ഇസിൻറ്റ് എന്താ, ഹീ ആണോ ഷീ ആണോ ഇറ്റ് ആണോ, ഇറ്റ്. അതൊരു സാധനമാണല്ലോ, ഇസിൻറ്റ് ഇറ്റ്. ഓക്കെ, സ്പൈഡർ വുമൻസ് ഷോ ഈസ് അട്രാക്ടിങ്, ഇസിൻറ്റ് ഇറ്റ്. യെസ്, ദ അഡ്മിഷൻ ഫീ ടു സീ ഹെർ ഇസ് ലെസ് ദാൻ ആർസ്. നമ്മളെക്കാട്ടും കുറവാണ് അഡ്മിഷൻ ഫീ. ഒരു ക്വസ്റ്റ്യൻ എലിസൻ്റെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ പെലായോ എന്തോ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കണം, ആൻസർ നോക്കുക. പെലായോ ഫൈൻഡ് ഹെർ പീപ്പിൾ ഫൈൻഡ് ഹെർ മോർ ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് ദേ ക്യാൻ ആസ്ക് ഹെർ ക്വസ്റ്റ്യൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് സ്റ്റോറി. അപ്പോൾ എന്തായിരിക്കും, പീപ്പിൾ ഫൈൻഡ് ഹെർ മോർ ഇൻട്രസ്റ്റിംഗ് ബിക്കോസ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആയിരിക്കും, വൈ ഡു ദേ ഫൈൻഡ് ഹെർ മോർ ഇൻട്രസ്റ്റിംഗ്. വൈ ഡു പീപ്പിൾ ഫൈൻഡ് ഹെർ മോർ ഇൻട്രസ്റ്റിംഗ്. അപ്പം പീപ്പിൾ ഫൈൻഡ് ഹെർ മോർ ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് ദേ ക്യാൻ ആസ്ക് ഹെർ ക്വസ്റ്റ്യൻ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റോറി. ലെറ്റ്സ് ഫോക്കസ് മോർ ഓൺ ദി ഓൾഡ് മാൻ. വി ഹാഡ് ബെറ്റർ. അപ്പോൾ വി ഹാഡ് ബെറ്റർ V1 ഫോം വരിക കേട്ടോ. വി ഹാഡ് ബെറ്റർ എന്തോ വരിക, ദ സ്റ്റെൻച്ച് ഇസ് അൺബെയറബിൾ, മണം സഹിക്കാൻ പറ്റുന്നില്ല. വിൽ ക്ലീൻ അപ്പ് കൂപ്സ് ഓഫ്. വി ഹാഡ് ബെറ്റർ ക്ലീൻ എന്നോ, അത് നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ കോൺടാക്ട്. വി ഹാഡ് ബെറ്റർ
ക്ലീൻ അപ്പ് എന്നോ അല്ല എന്താണേലും V1 ഫോം ആക്കണം എന്നുള്ള കാര്യം ഓർക്കുക. V1 വരുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണേൽ ക്ലീൻ ഇടാം, ക്ലീൻ ദ കൂപ്പ് ഇടാം. ഓക്കെ, എങ്ങനെ വേണേൽ ഇടാം. ഓക്കെ, V1 ഫോം ആയിരിക്കണം. വിൽ ക്ലീൻ ദ കൂപ്പ് സൂൺ ഇഫ് വി ഹാഡൻ സ്പെൻഡ് ഓൾ ഡേ. ഓക്കെ, ഇഫ് വി ഹാഡൻ സ്പെൻഡ് ഓൾ ഡേ ഓൺ ഇനി ഇത് ഇഫ് കണ്ടീഷനല്ല. ഇഫ് വെച്ചിട്ട് ഒരു കഥ പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ട ഇത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, സംഭവം തന്നിട്ടുണ്ട്. ഇത് വില്ലാണോ വുഡാണോ എന്നുള്ള കാര്യം ആലോചിക്കണം. അതാണ് ഇഫ് കണ്ടീഷണൽ. ഇത്രേ ഉള്ളൂ സംഭവം. മക്കളെ, ഇവിടെ പറയുന്ന കാര്യം പോസിബിൾ ശരിക്കും നടക്കുന്നതാണോ അല്ലെങ്കിൽ ഇമാജിനേഷൻ ആണോ റിയൽ? ഇഫ് വി ഹാഡിൻ സ്പെൻഡ് ഓൾ ദർ മണി വി ഏൺഡ് ഓൺ ദ ഹൗസ്. ഇവിടെ നടക്കുന്ന കാര്യമല്ലേ, ഒരു റിയലിസ്റ്റിക് കാര്യമാണ് അല്ലേ. അപ്പം ഞാൻ പറയണേ, ഇഫ് ഐ ഹാഡ് വിങ്സ്, എനിക്ക് ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ഇമാജിനേഷനാണ്. ഇഫ് ഐ ഹാഡ് 10 ഹെഡ്സ്, 10 തലയുണ്ടെങ്കിൽ അത് ഇമാജിനേഷനാണ്. അപ്പം ഞാൻ ഇമാജിനേഷൻ ആണെങ്കിൽ വുഡ് ഉപയോഗിക്കുമായിരുന്നു. ഇതെനിക്ക് നടക്കാവുന്ന റിയലിസ്റ്റിക് കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മൾ വില്ലാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പം നിങ്ങളിതാ അതിൻ്റെ ഗ്രാമർ സ്ലൈഡ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇഫ് കണ്ടീഷണൽ വരും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് മാത്രം മതി. ഇവിടെ വന്നതാ നമുക്ക് കണ്ടീഷണൽസ് ഇതാ. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ റിയൽ സിറ്റുവേഷൻ ആണെങ്കിൽ ഐ വിൽ. നോക്കിയേ, ഇഫ് യു കം വിത്ത് മീ ഐ വിൽ ഗോ. ഇനിയിപ്പോൾ നോക്കിയാൽ ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ ഇമാജിനേഷൻ. ഓക്കെ, ഇഫ് ഐ ഹാഡ് വിങ്സ് ഐ വുഡ്. ഇമാജിനേഷൻ ആണെങ്കിൽ വുഡ്, റിയൽ ആണെങ്കിൽ വില്ല്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. ഇവിടെ ക്വസ്റ്റ്യൻ്റെ ഇത് നോക്ക്. ഇവിടെ ഒരു സെൻറ്റൻസ് ഉണ്ട്. ഇഫ് വി ഹാഡൻ സ്പെൻഡ് ഓൾ ദ മണി വി ഏൺഡ് ഓൺ ദ ഹൗസ് വി കുഡ്. ഓക്കെ, വി കുഡ് ഇരുന്ന. അപ്പോൾ ഇനിയിപ്പം നമ്മുടെ ഇഫ് കണ്ടീഷനിൽ പോലെയാണ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ്, എപ്പോഴും വില്ല ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഇവിടെ എന്താണ് ഇമാജിനേഷൻ അല്ല, ശരിക്കും നടക്കുന്നൊരു റിയലിസ്റ്റിക് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെൻറ്റൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ വില്ല അല്ലെങ്കിൽ വുഡ് ആണെങ്കിൽ വില്ല് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വി കുഡ് ഹാവ് റെനോവേറ്റഡ് ദ ഹൗസ് എന്നോ വേറെ എന്തെങ്കിലും സെൻറ്റൻസ് ഉണ്ടാക്കുക. നോക്കിയാൽ ദാറ്റ് ഈസ് ട്രൂ. ദ റെനോവേഷൻ ഓഫ് ദ കൂപ്പ് വുഡ് ഹാവ് ബീൻ ഡൺ. ഇനി പെലായ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. എൻ്റെ എന്താ ക്വസ്റ്റ്യൻ എന്താണ് അറിയില്ലെങ്കിൽ ആൻസർ നോക്ക്. നോ റിഗ്രറ്റ്സ് അറ്റ് ഓൾ ഫോർ കീപ്പിംഗ് ദ ഏഞ്ചൽ ഇൻ ദ കോർട്ട്യാർഡ്. ഡു യു ഹാവ് എനി റിഗ്രറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഓഫ് കീപ്പിംഗ് ദ ഏഞ്ചൽ ഇൻ ദ കോർട്ട്യാർഡ് നോക്കിയാൽ ഡു യു റിഗ്രറ്റ് കീപ്പിംഗ് ദ ഏഞ്ചൽ ഇൻ ദ കോർട്ട്യാർഡ് ചോദിക്കുക. സിമ്പിൾ ചോദ്യം. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗ് എന്താണെങ്കിലും ചെയ്യണം. ഇഫ് കണ്ടീഷൻ നോക്കുക. ഹാഡ് ബെറ്റർ ആണ് V1. ഓക്കെ, യു ലുക്ക് സോ വറീഡ് വുഡ് യു മൈൻഡ് ബ്ലാ 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 ബ്ലാ. അപ്പം നോട്ട് അറ്റ് ഓൾ. ഇൻഫാക്ട് വെൻ വി ഓപ്പൺ ആർ സോറോ ലൈറ്റൻസ്. ഓക്കെ, അപ്പോൾ വുഡ് യു മൈൻഡ് എന്താണ്, ഓപ്പൺ അപ്പ്. ഓപ്പൺ അപ്പ് എന്താണ്, ഫ്രേസൽ വെർബാണ് പഠിക്കണേ. വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് അപ്പ് അബൌട്ട് ഇറ്റ് എന്നോ എന്ത് വേണമെങ്കിലും ചോദിക്കുക. ഇവിടെ നോക്കിയാൽ വുഡ് യു മൈൻഡ് ഷെയറിങ് യുവർ സ്റ്റോറീസ്. ഓക്കെ, എപ്പോഴും നമ്മൾ ആൻസർ നേരത്തെ തിരിച്ച് റിവേഴ്സ് ആക്കിയത്. വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് അപ്പ് അവർ വേർഡ്. ഓപ്പണിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി തുറന്ന് സംസാരിക്കുവാണ്. ഓക്കെ, നോട്ട് അറ്റ് ഓൾ. ഇൻഫാക്ട് വെൻ വി ഓപ്പൺ അപ്പ് ആർ സോറോ, സങ്കടം കുറയും. ആബ്സല്യൂട്ട്ലി. വാട്ട്സ് ഓൺ യുവർ മൈൻഡ്, അവർ ഓൺലി സൺ ഹാസ് ബീൻ കോൾഡ് ടു വാർ ഫ്രണ്ട്. ഓ, സോ യു ആർ ഗോയിങ് ടു സീ ഹിം ഓഫ്. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ്. സോ യു ആർ പോസിറ്റീവ്, ആർ ഗോയിങ് ടു സീ ഹിം ഓഫ്. ആർൻ't negative, you aren't you. Yes, he values his life for the nation more than anything. That's admirable. But I can understand your feeling as a parent. The danger is real. If he gets wounded in the war. ഇത് ഇഫ് റിയൽ സിറ്റുവേഷൻ ആണ് അല്ലേ, റിയൽ ആണ്. അല്ലാണ്ട് എന്താ അവൻ പറക്കാൻ പറ്റുമോ അങ്ങനെയല്ല. അപ്പം വില്ലാണ് വരിക. അപ്പം നിങ്ങൾ വില്ല വുഡ് വരുന്നതാണെങ്കിൽ വില്ല് ഉപയോഗിക്കണം. ഓക്കെ, നോക്കിയേ ഇവിടെ നമ്മുടെ ആൻസർ എന്താ വരിക, ഐ വിൽ ബി ഡെവസ്റ്റേറ്റഡ്. വേണ്ട, വില്ലാണ്. ഐ വിൽ ബി ഡെവസ്റ്റേറ്റഡ്. ഓക്കെ, ഇഫ് ഹി ഗെറ്റ്സ് ഇൻഡ് ഐ വിൽ ബി ഡെവസ്റ്റേറ്റഡ്, ഐ വിൽ ബി സാഡ് എന്ന് പറയാം. ഡോണ്ട് വറി, യൂഡ് ബെറ്റർ. യു ഹാഡ് ബെറ്റർ ആട്ടോ, V1 ഫോം. സേ പോസിറ്റീവ്. യൂഡ് ബെറ്റർ എന്തെങ്കിലും അഡ്വൈസ് V1 ഫോമിൽ കൊടുക്കുക. V3 അല്ല, V1 ഫോം പ്രസന്റ് ടെൻസ്. യു ഹാഡ് ബെറ്റർ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഹോപ്ഡ് അല്ല, ഹോപ്പ് മാത്രം അങ്ങനെ തന്നെ ഇടുക. ഓക്കെ, ഹോപ്പ് എന്ന് കിട്ടാൽ മതി. ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരികയാണ്. ആൻസർ ചെയ്യുക കമൻസിൽ. ഓക്കെ, അപ്പോൾ ഇതിന് ആൻസർ നിങ്ങൾ നോട്ട്സ് കിട്ടുമ്പോൾ ഡൗൺലോഡ് ചെയ്യുക PDF ആയിട്ട്. നിങ്ങൾക്ക് ആൻസറും കിട്ടുന്നതായിരിക്കും. പിന്നെ ഫുൾ ക്ലാസ് വേണമെങ്കിൽ ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അടിപൊളി ക്ലാസ്സാണ് എല്ലാ സബ്ജക്ട്സിനും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.